കടബാധ്യതകളൊക്കെ ഉണ്ട്. അവരുടെ നമുക്ക് കുടുംബത്തിലുണ്ട്, അവരുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം മാറും എന്നുള്ള പ്രതീക്ഷിച്ച് പിന്നെ ഞങ്ങൾക്ക് ഈ പരിസരത്ത് എല്ലാവർക്കും ഒരു പരോപകാരിയായിരുന്നു. ചേട്ടൻ അങ്ങനെയല്ല, നമ്മളൊരു ഫ്രണ്ട്സ് എന്ന രീതിയിലായിരുന്നു. അതിനൊരു പാവം വരുന്നു. ഒരു ബോംബ് വീഴുന്നുണ്ടെ പിന്നെ മറ്റുള്ളവർക്കുള്ള സുരക്ഷിതത്വം ഇല്ലായിരുന്നു. അവർക്ക് ഈ മരുഭൂമി കണക്കുള്ള സ്ഥലമല്ലേ. ഇസ്രായേലിൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം വാടി സ്വദേശിയുടെ കുടുംബത്തിൽ ഇപ്പോൾ ദുഃഖം തളം കെട്ടിക്കിടക്കുന്നു. പനമൂട്ടിൽ പുരയിടം കാർമൽ കോട്ടേജിൽ പാറ്റ് നിബിൻ മാക്സ്വെല്ലിന്റെ ഓർമ്മകളുമായി കഴിയുകയാണ് കുടുംബാംഗങ്ങൾ. സ്ഥിരമായിട്ടുള്ളൊരു ജോലിയോ കാര്യമൊന്നുമില്ല. ചെറിയൊരു ജോലിയൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. വിദേശത്ത് പോകാനായിട്ട് പല സ്ഥലങ്ങളിലും പൈസ കൊടുത്തു. തൃശ്ശൂരിലൊക്കെ പൈസ കൊടുത്തു. 2.5 ലക്ഷം രൂപേൻ്റെ മുന്നിൽ കിട്ടാൻ നടക്കിയ കേസൊക്കെ. പക്ഷേ അയാൾ പറ്റിക്കാൻ ഏജൻസിയായിരുന്നു. അത് കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടത്തില്ലെന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. പിന്നെ വീണ്ടും സപ്ലൈ വിസ കയറി ഗൾഫിൽ പോയി. അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ശരിക്കുള്ള ഒരു ഇതില്ല. എന്ന് വെച്ചാൽ 2 മാസം ജോലി ഉണ്ടെങ്കിൽ പിന്നെ 2 മാസം ജോലി കാണത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിൽ അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കടബാധ്യതകളൊക്കെ ഉണ്ട്. അവരുടെ നമുക്ക് കുടുംബത്തിലുണ്ട്, അവരുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം മാറും എന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ 2 മക്കളും പോയി. എഗ്രിമെൻ്റ് വിസ ആയിരുന്നു. ഗവൺമെൻറ് വിസ ആയതുകൊണ്ട് അവർ പോയത്. ഫാമിങ്ങിൻ്റെ ആണ് അറിയാം നമുക്ക്. പക്ഷേ വർഷം തോറും വരാം, നാട്ടിൽ വരാം. പിന്നെ ഗവൺമെൻറ് വിസ ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായ സേഫ് ഉണ്ടല്ലോ അവിടെ. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ പോയി 3 മാസമായി. 1 മാസത്തെ ശമ്പളം എൻ്റെ മോനെ അയച്ചു. പോയപ്പം വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാ വിഷമങ്ങളും മാറും എന്ന്. മക്കളെല്ലാ ദിവസവും വിളിക്കും. പക്ഷെ അന്നത്തെ ദിവസമേ ഉള്ളെന്നെ വിളിക്കാത്തത്. ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾ 2 പേരെയും വിളിക്കും. 2 മക്കളും കൂടെ ചേർന്ന് വിളിക്കും. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു. നമുക്ക് അറിയത്തില്ല എന്താ അവിടെ നടന്നതെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയത്തില്ല. സാമ്പത്തിക തകർച്ചകളെല്ലാം നീങ്ങിപ്പോകും. നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ജോലി ചെയ്താലെന്നും പറഞ്ഞ് 3 പേരും മുന്നും പുറമായിട്ട് ജോലിക്ക് ഇറങ്ങി തിരിച്ചതാണ്. ഈ ഭവനം 35 ലക്ഷം രൂപയുടെ കടത്തിലിരിക്കുക, ലോണാണ്. അപ്പോൾ അവർക്ക് വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് അവർ ഏത് കഷ്ടപ്പെട്ട ജോലിയാണെങ്കിലും പോകാമെന്ന് ആഗ്രഹിച്ച് പോയത്. പക്ഷേ തമ്പുരാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോനായതുകൊണ്ടായിരിക്കാം ഇതിലൂടെ കർത്താവ് എന്തൊക്കെ പദ്ധതിയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളെ ദൈവം കൈവിടത്തില്ലെന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം ഉള്ളതുകൊണ്ട് ആ വിശ്വാസത്തിൽ നമ്മൾ സമാധാനിക്കുന്നു. പക്ഷേ നഷ്ടപ്പെട്ടു പോയതെന്ന് എന്നായിട്ട് നഷ്ടപ്പെട്ടത് പോയല്ലേ. മക്കളുള്ളത് 3 മക്കളും സ്നേഹത്തോടുകൂടി ജീവിതത്തിൽ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അവരൊത്തൊരുമിച്ച് കൈകൂട്ടി അതിനെ തരണം ചെയ്യാൻ മനസ്സുള്ള മക്കളായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുടുംബജീവിതമാണ്. ഒരു സെക്കൻഡ് പോലും ജവമാല മുറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു മക്കളായിരുന്നു. ഇപ്പം ഈ മക്കളുടെ ദുരിതത്തിൽ 9 ദിവസം ആഴ്ചകൾ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി. 3 പേര് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയി. മാതാവ് വിടുതൽ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് എല്ലാത്തിനും ഒരു സമാധാനം മാതാവ് കൊടുത്തല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ആശ്വസിച്ചിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടും. അന്നേരം ഇങ്ങനെ പെട്ടെന്നൊരു സങ്കടം വന്നു കഴിഞ്ഞപ്പോൾ മാതാവ് ഞങ്ങളെ കൈവിട്ടല്ലോ, ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയാണോ എൻ്റെ മോനെ കൊണ്ടുപോയി എന്നുള്ള വേദനയോടുകൂടിയാണ് അനിയത്തി എപ്പോഴും കരയുന്നത്. ഇതിൽ നിന്ന് മാതാവ് പൂർണ്ണമായിട്ട് ഇവരെ കൈപിടിച്ച് ഇനിയും ഉയർത്തും, കുടുംബത്തിനെ രക്ഷിക്കും എന്ന് പൂർണ്ണമായി മാതാവ് തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും ഇതിനെയും കായി അനുഗ്രഹപൂർണ്ണമായി ജീവിതം കൊടുത്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചു. എനിക്കെൻ്റെ മോക്ക് വളരെ സഹായമുള്ളൊരു മോനാണ്. അവന് ബാധ്യതകളും കടങ്ങളും ആണെങ്കിലും അവനെ അടിച്ചു പൊളിച്ച് ജീവിക്കും. ഒരു സന്തോഷമായിട്ടാണ് ജീവിച്ചത്. അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അവർ പുറത്ത് അവരുടെ വേദനകളൊന്നും അറിയിക്കാതെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ മോളെ അവനങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് അതാണ് ഞങ്ങൾക്ക് പറ്റാത്ത ദിവസമൊക്കെ. അവന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആ മോളെ കിട്ടിയപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ മോളെ അവന് കിട്ടിയപ്പോഴാണ് അവന് ഭയങ്കര സന്തോഷമായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഈ പരിസരത്ത് എല്ലാവർക്കും ഒരു പരോപകാരിയായിരുന്നു. എന്ത് കാര്യത്തിന് ആര് വിളിച്ചാലും അവൻ ഓടിയെത്തും. എല്ലാ കാര്യത്തിനും വരെയും എടുക്കുകയും എൻ്റെ
നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവനെ വിളിച്ചു കഴിഞ്ഞാല് അവൻ ഞങ്ങളുടെ കൂടെ വരെ എടുക്കുകയെല്ലാം ചെയ്യും. അവനൊരു പാവം വരുന്നു. ചേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും നമ്മളൊരു ഫ്രണ്ട്സ് എന്ന രീതിയിലായിരുന്നു എല്ലാവരും. നമ്മളെല്ലാവരും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ കാര്യങ്ങളല്ലോ. ചേട്ടൻ എന്ന രീതിയിൽ മെൻറ്റർ ചെയ്ത് എല്ലാവരും ഫ്രണ്ട് എന്ന രീതിയിലായിരുന്നു മെൻറ്റർ ചെയ്തത്. ഒത്തിരി സ്വപ്നങ്ങളോട് കൂടി പോയ ഒരു മകനാണ്. ജീവിതത്തില് ഒത്തിരി പ്രാവശ്യം എന്താ പറയാ വഴികളിൽ ഒത്തിരി വീണ് കുടുംബത്തിന്റെ ഭാരങ്ങളൊക്കെ ചുമന്നുകൊണ്ട് ഒത്തിരി സ്വപ്നങ്ങൾ ചുമന്നുകൊണ്ട് പോയ ഒരു മകനാണ്. ഇങ്ങനെ സംഭവിക്കുമെന്നോ ഒന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗം. നിബിനും ഇവിടെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കലൊക്കെ എപ്പോഴും വരും, വർത്തമാനം പറയും. ഞാനുമായിട്ടൊരു നല്ല സൗഹൃദം, ആ കുടുംബവും നമ്മളുമായിട്ടും എപ്പോഴും എല്ലാവരുമായിട്ടൊരു നല്ല സൗഹൃദവും സ്നേഹമൊക്കെ ഉള്ള കുടുംബമായിരുന്നു. വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് കണ്ട്, ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമായിട്ട് ആഗ്രഹമായിട്ട് കണ്ട് അത് ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം.